കേരള സർവകലാശാല സസ്പെൻഷൻ വിവാദത്തിൽ ജോയിന്റ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യും. വൈസ് ചാൻസലറാണ് സസ്പെൻഡ് ചെയ്യുക. സിൻഡിക്കേറ്റ് തീരുമാനങ്ങൾ ഗവർണർ റദ്ദാക്കും. ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. റദ്ദാക്കുക രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ച സിൻഡിക്കേറ്റ് തീരുമാനം. VS അനു ചേർന്നു വിവരങ്ങളുമായി. അനു, കേരള സർവകലാശാലയിൽ കാര്യങ്ങളാകെ കുഴഞ്ഞു മറിയുകയാണ്. അസാധാരണമായ ഒരു ഭരണ പ്രതിസന്ധി, നിയമ പ്രതിസന്ധി തന്നെയല്ലേ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്? ഗവർണറുടെ തീരുമാനം, ചാൻസലറുടെ തീരുമാനം എപ്പോഴായിരിക്കും പുറത്തു വരിക? ലക്ഷ്മി, കേരള സർവകലാശാലയിലെ സസ്പെൻഷനുകളും നടപടികളും ഒക്കെ ഒരു സസ്പെൻസ് ത്രില്ലറായി മാറുന്നു. ഏതായാലും കടുത്ത നടപടിയിലേക്ക് ഗവർണറും രാജ്ഭവനും കടക്കുന്നു. ഇന്നലെ രാത്രി തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് രജിസ്ട്രാറേയും ജോയിന്റ് രജിസ്ട്രാർക്കെതിരെയും നടപടി ഉണ്ടാകും. അവരുടെ സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അതിൻ്റെ ഇതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഇന്ന് രാവിലെ നമ്മൾ 1 മണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ വാർത്ത നൽകിയതാണ്. അതായത് ഈ കഴിഞ്ഞ ദിവസം സിൻഡിക്കേറ്റിൻ്റെ തീരുമാനങ്ങൾ അത് ചാൻസലറായിട്ടുള്ള ഗവർണർ RV ിലേക്ക് റദ്ദാക്കും. ആ റദ്ദാക്കുന്നതോടുകൂടി രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മേലിൻ്റെ ഉത്തരവ് പുനഃസ്ഥാപിക്കപ്പെടും. KS അനിൽകുമാർ എന്ന് പറയുന്ന രജിസ്ട്രാർ വീണ്ടും സസ്പെൻഷനിലാകും. മറ്റൊന്ന് ജോയിന്റ് രജിസ്ട്രാർ P ഹരികുമാറിനെതിരായിട്ടുള്ള നടപടിയാണ്. ആ നടപടി വൈസ് ചാൻസലറായിരിക്കും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുക. വൈസ് ചാൻസലറെയും സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ 2 ഉത്തരവുകളും ഉടൻ തന്നെ പുറത്തിറങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. 10 മണി കഴിയുന്നതോടുകൂടി ഈ രജിസ്ട്രാറുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുത്ത സിൻഡിക്കേറ്റിൻ്റെ തീരുമാനങ്ങൾ റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് രാജ്ഭവന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അല്പസമയത്തിനകം തന്നെ ആ ഉത്തരവ് ഇറങ്ങുമെന്നാണ് നമുക്ക് പറയാൻ കഴിയുക. ഈ വാർത്ത ആദ്യം രാവിലെ തന്നെ നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് P ഹരികുമാറിന്റെ നടപടിയാണ്. അത് എടുക്കുന്നത് വൈസ് ചാൻസലർ സിസ തോമസ് ആയിരിക്കും. സിസ തോമസിന്റെ ഉത്തരവും ഒരു പക്ഷേ ഇന്ന് തന്നെ ഉണ്ടാകും. അങ്ങനെ കടുത്ത നടപടികളിലേക്ക് രാജ്ഭവൻ കടക്കുന്നു. അതേസമയം സമര പോരാട്ടത്തിലേക്ക് ഇടത് സർക്കാർ സംഘടനകളൊക്കെ അത്തരം സമരപരിപാടികളിലേക്കും കടക്കുന്നുണ്ട്. ഇന്ന് സർവകലാശാലയിലേക്ക് SFIയുടെ മാർച്ചുണ്ട്. വലിയ മാർച്ചാണ്. 1500ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന മാർച്ചാണ്. ഈ മാർച്ചിൽ സംഘർഷ സാധ്യതയുണ്ടെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സമരകലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കേരള സർവകലാശാല നീങ്ങുന്നു. അതേസമയം ഈ 2 സസ്പെൻഷൻ നടപടികളും കൂടെ വരുന്നതോടുകൂടി നിയമപോരാട്ടത്തിലേക്കും കാര്യങ്ങൾ നീങ്ങും. അങ്ങനെ കേരളത്തിൽ ഗവർണറും സർവകലാശാലകളും അല്ലെങ്കിൽ ഗവർണറും സർക്കാരും അല്ലെങ്കിൽ ഗവർണറും വിദ്യാർത്ഥികളും തമ്മിലുള്ള സമര നിയമ പോരാട്ടങ്ങളുടെ ഒരു കാലമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. ലക്ഷ്മി, അനു, നേരത്തെ ഡോക്ടർ KS അനിൽകുമാർ നൽകിയ ഹർജി പിൻവലിക്കുകയും എന്നാൽ അതിന്മേൽ ഹൈക്കോടതി ഒരു അഭിപ്രായ പ്രകടനവും നടത്താതിരിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. കോടതി പറഞ്ഞത് ഇനിയുള്ള അവിടുത്തെ കാര്യങ്ങൾ ഭരണ പ്രതിസന്ധി സംബന്ധിച്ചൊക്കെ പുതിയ ഹർജിയാണ് നൽകേണ്ടത് എന്നാണ് പറഞ്ഞത്. എന്തെങ്കിലും തരത്തിൽ ഒരു പരാമർശം പോലും കോടതി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയില്ല. അപ്പോൾ ഇനി ആരായിരിക്കും കോടതിയെ സമീപിക്കുക? ഈ സിൻഡിക്കേറ്റ് തീരുമാനം റദ്ദാക്കുമ്പോൾ, ചാൻസലറായ ഗവർണർ റദ്ദാക്കുമ്പോൾ സിൻഡിക്കേറ്റ് ഹൈക്കോടതിയെ സമീപിക്കാൻ തന്നെയല്ലേ സാധ്യത മുന്നിലുള്ളത്? എന്താണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? ലക്ഷ്മി, എന്തുകൊണ്ടാണ് രജിസ്ട്രാർ ആയിട്ടുള്ള KS അനിൽകുമാർ നൽകിയ ഹർജി പിൻവലിക്കേണ്ടി വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിംഗ് അതോറിറ്റി ആയിട്ടുള്ള അപ്പലറ്റ് അതോറിറ്റി ആയിട്ടുള്ള സിൻഡിക്കേറ്റ് റദ്ദാക്കിയ സാഹചര്യത്തിലാണ് തൻ്റെ സസ്പെൻഷനെതിരായി അദ്ദേഹം ഹൈക്കോടതിയിൽ പോയ ഹർജി അദ്ദേഹം പിൻവലിക്കുന്നത്. പക്ഷേ ഇനി ചാൻസലറായിട്ടുള്ള ഗവർണർ ആ സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം റദ്ദാക്കുന്നതോടുകൂടി സസ്പെൻഷൻ പുനഃസ്ഥാപിക്കപ്പെടുകയും KS അനിൽകുമാർ വീണ്ടും സസ്പെൻഷനിലാവുകയും ചെയ്യും. സ്വാഭാവികമായും അദ്ദേഹത്തിന് ഹൈക്കോടതിയെ സമീപിക്കാം. സിൻഡിക്കേറ്റ് തീരുമാനങ്ങൾ റദ്ദ് ചെയ്തതിൻ്റെ പേരിൽ സിൻഡിക്കേറ്റിന് ഹൈക്കോടതിയെ സമീപിക്കാം. അങ്ങനെ ഹൈക്കോടതിയിലേക്ക് കേസുകളുടെ ഹർജികളുടെ ഒരു ഒഴുക്ക് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഇപ്പോൾ കോടതി ലക്ഷ്യത്തിന്, അതായത് സിൻഡിക്കേറ്റ് അംഗം R രാജേഷ്, മുൻ MLA, അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയ ഒരു പോസ്റ്റിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായി കോടതി ലക്ഷ്യത്തിന് നീങ്ങാനുള്ള ചില സംഘപരിവാർ അനുകൂല ആളുകളുടെ തീരുമാനം ഇന്നുണ്ടാകുമെന്ന് പറയുന്നു. അങ്ങനെ ഈ നിയമസഭയിലെ
കേരളത്തിലെ കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദം അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നെങ്കിലും അതൊരു വലിയ ത്രില്ലറിലേക്ക് നീങ്ങുന്നു. നമുക്കറിയാം കഴിഞ്ഞ ദിവസം സിൻഡിക്കേറ്റിലൊക്കെ ഉണ്ടായ ഗവർണറുടെ തീരുമാനം ഇക്കാര്യത്തിൽ അന്തിമമാണോ? ഈ ഗവർണറുടെ തീരുമാനം വന്നാൽ കോടതിയല്ലാതെ നീതിപീഠമല്ലാതെ മറ്റൊരു പോംവഴി സിൻഡിക്കേറ്റിന് മുന്നിലില്ലേ? എന്താണ് സർവകലാശാല ചട്ടങ്ങളിൽ പറയുന്നത്? ലക്ഷ്മി, സർവകലാശാല ചട്ടപ്രകാരം നമുക്ക് അറിയാം സിൻഡിക്കേറ്റ് ആണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോഡി. ആ ബോഡി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് വൈസ് ചാൻസലറും ചാൻസലറുമാണ്. ഈ ഭരണഘടനാപരമായ പദവിയാണ്. ഈ ചാൻസലറാണ് ഈ സംവിധാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന അതോറിറ്റി. ആ ചാൻസലർ ഒരു നടപടിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ ചാൻസലറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു വീഴ്ചയുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാതി അവർക്ക് ഉണ്ടാകുമ്പോൾ ഇനി അവർക്ക് സമീപിക്കാൻ കഴിയുക ഹൈക്കോടതിയെയാണ്. ഹൈക്കോടതിയിലേക്കാണ് ഈ നിയമ പോരാട്ടങ്ങൾ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ടുള്ള സിൻഡിക്കേറ്റ് തീരുമാനം റദ്ദാക്കുന്നതോടുകൂടി KS അനിൽകുമാർ എന്ന് പറയുന്ന രജിസ്ട്രാർ വീണ്ടും സസ്പെൻഷനിലാകും. സ്വാഭാവികമായും അദ്ദേഹത്തിന് ഹൈക്കോടതിയെ സമീപിക്കാം. സിൻഡിക്കേറ്റ് തീരുമാനങ്ങൾ റദ്ദാക്കിയതിൻ്റെ പേരിൽ ഈ സർവകലാശാലയിലെ ഏറ്റവും ഉയർന്ന ബോഡിയായ സിൻഡിക്കേറ്റിനെ പിരിച്ചുവിടുക എന്ന് പറയുമ്പോൾ അങ്ങേയറ്റ ജനാധിപത്യ വിരുദ്ധമായ ചട്ടവിരുദ്ധമായ അല്ലെങ്കിൽ പിരിച്ചുവിടുകയെല്ലാം അതിൻ്റെ തീരുമാനങ്ങളെ റദ്ദ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനെതിരെ അവർക്കും ഹൈക്കോടതിയെ സമീപിക്കാം. അങ്ങനെ ഒരു ഹൈക്കോടതിയാണ് ഇനി അവർക്ക് മുന്നിലുള്ള ഒരു നിയമ പോരാട്ടം നടത്താനുള്ള ഒരു വഴി എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഇനി സമര പോരാട്ടങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ സർവകലാശാലയിൽ ഉണ്ടായ സമരങ്ങൾ, ഇന്ന് SFIയുടെ നേരിലുണ്ടാകുന്ന മാർച്ച്, സ്വാഭാവികമായും വലിയ സമര പോരാട്ടങ്ങൾക്ക് കേരളത്തിലെ ക്യാമ്പസുകളും കേരളത്തിലെ തെരുവുകളും സാക്ഷ്യം വഹിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ലക്ഷ്മി, ഇതിനെല്ലാം തുടക്കം ഭാരതാംബ വിവാദമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഭാരതാംബ വിവാദം ഈ രീതിയിൽ വന്ന് ഇങ്ങനെയൊരു പ്രതിഫലനം ഉണ്ടാക്കുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചതല്ല എന്നുള്ളതാണ്. ഗവർണറും സർക്കാരും തമ്മിൽ പൊതുവേദികളിൽ ഇതുമായി ബന്ധപ്പെട്ട സംവാദങ്ങളൊക്കെ നടക്കുമ്പോഴും ഒരു സർവകലാശാലയിൽ ഭരണ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന് ആരും നനച്ചിരുന്ന കാര്യമല്ല. ഭാരതാംബ വിവാദം കേരള സർവകലാശാലയിലേക്ക് വന്ന വിധം കൂടി ഈ ഘട്ടത്തിൽ പറയാമെന്ന് തോന്നുന്നു. ഒരുപക്ഷെ ഈ വാർത്ത ആദ്യം കാണുന്നവർക്ക് ആ ഒരു ഹിസ്റ്ററി അറിഞ്ഞിരിക്കുന്നത് നന്നാവുമെന്ന് തോന്നുന്നു. ആ പശ്ചാത്തലം കൂടി ഒന്ന് വേഗത്തിൽ പറയാമോനു? ലക്ഷ്മി, ഭാരതാംബ ചിത്രം എന്ന് പറയുന്നതിൽ നമുക്കൊരു പ്രശ്നമുണ്ട്. കാരണം അത് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യൻ ഭരണഘടനയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ട അംഗീകരിക്കപ്പെട്ട ഒരു ഭാരതാംബ ചിത്രമല്ല. അത് കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രമാണ്. അത് ഇന്ത്യയുടെ അതിർത്തികൾക്കപ്പുറത്തേക്ക് വ്യാപിച്ചു കിടക്കുന്ന സംഘപരിവാർ അവരുടെ പരിപാടികളിൽ ഉപയോഗിക്കുന്ന അവരുടെ പ്രധാനപ്പെട്ട 7 പരിപാടികൾ കൂടാതെ അവരുടെ പരിവാർ സംഘടനകളൊക്കെ ഉപയോഗിക്കുന്ന അഖണ്ഡ ഭാരത സങ്കല്പം എന്ന് പറയുന്ന ഒരു ഭാരതാംബ ചിത്രമാണത്. അത് കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രമാണ്. ആ ചിത്രവിവാദം തുടങ്ങുന്നത് കേരളത്തിൽ രാജ്ഭവനിൽ നടന്ന കൃഷി വകുപ്പിൻ്റെ ഒരു പരിപാടിയിൽ ആ ചിത്രം വെക്കുമ്പോഴാണ്. അങ്ങനെ വെച്ചപ്പോൾ ആ പരിപാടി റദ്ദാക്കുക ആണ് കൃഷിമന്ത്രി P. പ്രസാദ് ചെയ്തത്. അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതിനുശേഷം മന്ത്രി V. ശിവൻകുട്ടിയും രാജ്ഭവനിൽ ഒരു പരിപാടിക്ക് പോകുന്നു. അവിടെയും ഈ സമാനമായ ഈ കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രം വെക്കുന്നു. അവിടെ വെച്ച് ഗവർണറുടെ നിലപാടിനെ പരസ്യമായി തള്ളി പറഞ്ഞുകൊണ്ട് മന്ത്രി V. ശിവൻകുട്ടി വാക്കൗട്ട് നടത്തുന്നു. അങ്ങനെ അതിനുശേഷമാണ് സർക്കാർ ഒരു നിലപാടെടുത്തത്. രാജ്ഭവൻ പരിപാടികളിൽ, ഔദ്യോഗിക പരിപാടികളിൽ ഈ മതചിഹ്നങ്ങളോ അല്ലെങ്കിൽ ഇത്തരം സർക്കാർ അംഗീകരിക്കാത്ത, ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിക്കാത്ത ബിംബങ്ങൾ പാടില്ല എന്ന നിലപാടെടുക്കുന്നു. അത് ഗവർണറെ രേഖാമൂലം അറിയിക്കുകയും ചെയ്യുന്നു. ഇതിനിടെയാണ് കേരള സർവകലാശാലയിൽ ഒരു പുറത്തുള്ള ഒരു സ്വകാര്യ ചടങ്ങിൽ ഭാരതാംബ ചിത്രം വെക്കുന്ന ഒരു പരിപാടി അവിടെ ഉണ്ടായത്. ആ പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കാൻ വേണ്ടി വരുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് SFIയുടെയും സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. രജിസ്ട്രാർ ഇടപെടുകയും ഈ ഭാരതാംബ ചിത്രം അവിടെ നിന്ന് മാറ്റണം എന്ന് സംഘാടകരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ അവർ മാറ്റാൻ വേണ്ടി തയ്യാറായില്ല. രജിസ്ട്രാർ ഗവർണറുടെ രാജ്ഭവൻ ഇക്കാര്യം അറിയിക്കുന്നു. അങ്ങനെയെങ്കിൽ ഏത് തരത്തിലുള്ള മതചിഹ്നമാണ് ഈ ഭാരതാംബ ചിത്രം എന്ന് വ്യക്തമാക്കാൻ ഗവർണർ പറയുന്നു. അതിനുശേഷം വീണ്ടും രജിസ്ട്രാർ ഇടപെടുകയും നടക്കുകയും ചെയ്തില്ല. പിന്നീട് അദ്ദേഹത്തോട് ഇവിടേക്ക് വരരുത്, ഇവിടെ ഒരു സംഘർഷ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം മെയിൽ അയക്കുന്നു. പക്ഷേ മെയിൽ അയക്കുന്നതിന് മുമ്പ് ഗവർണർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. വലിയ രീതിയിലുള്ള സംഘർഷം അവിടെ ഉണ്ടാകുന്നു. ഇതാണ് തുടക്കം. അതുമായി ബന്ധപ്പെട്ട് എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ വൈസ് ചാൻസലർ ഒരു റിപ്പോർട്ട് ഗവർണർക്ക് കൊടുക്കുന്നു. ആ റിപ്പോർട്ടിൽ രജിസ്ട്രാറുടെ നടപടി
വേണ്ടി ചാൻസലറായ ഗവർണറെ അപമാനിക്കുന്നതാണ് എന്നുള്ള റിപ്പോർട്ടാണ് വൈസ് ചാൻസലർ മോഹന കുന്നുമ്പേൽ നൽകിയത്. ഈ റിപ്പോർട്ടിനെ തുടർന്ന് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ KS അനിൽകുമാർ എന്ന് പറയുന്ന രജിസ്ട്രാറെ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്യുന്നു. ആ സസ്പെൻഷൻ ചെയ്തതിന് തൊട്ട് പിന്നാലെ അദ്ദേഹം വിദേശ സന്ദർശനത്തിന് വേണ്ടി പോവുകയും ചെയ്യുന്നു. സിസ തോമസ് വരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം നടന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ ഈ പറയുന്ന സസ്പെൻഷൻ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് തീരുമാനമെടുക്കുന്നു. പക്ഷേ ആ സിൻഡിക്കേറ്റ് യോഗത്തിന് വാലിഡ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് VC മുന്നോട്ടെത്തുന്നു. VC അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് രാജ്ഭവന് ഗവർണർക്ക് ചാൻസലർക്ക് നൽകുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പറയുന്ന സിൻഡിക്കേറ്റ് തീരുമാനങ്ങൾ റദ്ദാക്കാനുള്ള തീരുമാനം വരുന്നത്. അല്പസമയത്തിനകം അതിന്റെ ഉത്തരവ് പുറത്തിറങ്ങുകയും ചെയ്യും. ലക്ഷ്മി, അല്പസമയത്തിനകം ഗവർണറുടെ ഉത്തരവ് പുറത്തിറങ്ങും. അസാധാരണമായ ഭരണ പ്രതിസന്ധിയാണ് കേരള സർവകലാശാലയിൽ ഉടലെടുത്തിരിക്കുന്നത്. സിൻഡിക്കേറ്റ് തീരുമാനം റദ്ദ് ചെയ്യും ഗവർണർ എന്നുള്ളതാണ്. ഉടൻ തന്നെ ഗവർണറുടെ ഉത്തരവ് ഇറങ്ങും. അനു, ഇനി സിൻഡിക്കേറ്റ് എന്ത് നടപടിയിലേക്ക് പോകും എന്നാണ് ലഭിക്കുന്ന വിവരം? ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെ ബന്ധപ്പെട്ടിരുന്നോ? അവർ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, നിയമപരമായ എല്ലാ പോരാട്ടങ്ങളും നടത്തുമെന്നാണ് അവർ പറയുന്നത്. കേരളത്തിലെ ക്യാമ്പസുകളെ, കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കം ഒരു തരത്തിലും അനുവദിക്കില്ല. അത് ഭരണഘടനാ ലംഘനമാണ്. ഭരണഘടനയെയും നീതിന്യായ വ്യവസ്ഥകളെയും സർവകലാശാല ചട്ടങ്ങളെയും മറികടന്നുകൊണ്ടും ബൈപ്പാസ് ചെയ്തും ഹൈജാക്ക് ചെയ്തുമുള്ള നടപടിയാണ് VCയും ഗവർണറും നടത്തുന്നതെന്നുള്ളതാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആരോപണം. സ്വാഭാവികമായും അവർ പോവുക നിയമ പോരാട്ടത്തിലേക്ക് ആയിരിക്കും. അത്തരം നിയമ പോരാട്ടങ്ങൾക്ക് ഒരുങ്ങുക, അല്ലെങ്കിൽ നിയമപോരാട്ടങ്ങളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. അവർ ഈ ഉത്തരവ് വന്നാലുടൻ തന്നെ അവർ അതിനെതിരെ ഈ നിയമ പോരാട്ടങ്ങൾക്ക് നീങ്ങും, ഹൈക്കോടതിയെ സമീപിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ലക്ഷ്മി, ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്തേതിലും വലിയ പ്രതിസന്ധിയാണ് ഏതായാലും അർലേക്കറുടെ കാലത്ത് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. ഭാരതാംബ വിവാദത്തിന്റെ ചുവട് പിടിച്ച് ഇപ്പോഴിതാ കേരള സർവകലാശാലയിൽ അനിതര സാധാരണമായ ഭരണ പ്രതിസന്ധി തന്നെയാണ് ഉടലെടുത്തിരിക്കുന്നത്. ഗവർണറുടെ ഉത്തരവ് ഉടനിറങ്ങും. അത് വരുന്ന മുറയ്ക്ക് അതിലേക്കെത്താം. VS അനുവാണ് വിവരങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത്.